ഹായ് ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു മാങ്ങ അച്ചാറാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒരു ചൂട് കട്ടിയുള്ളൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കടുകെല്ലാം ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഒരു 3-4 വറ്റൽമുളക് കട്ട് ചെയ്തോടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനിയും ചേർത്ത് കൊടുക്കുന്നത് കായമാണ്. കായം ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ കളറൊന്ന് ചെറുതായിട്ട് മാറി വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. കായം അതേപോലെ തന്നെ ഇടുന്നുള്ളൂ, പൊടിച്ചൊന്നും ഇടുന്നില്ല. അതിനകത്ത് കിടന്ന് അലിഞ്ഞ് ചേർന്നോളൂ. ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. 3 സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1.5 സ്പൂൺ എരിവുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ മുളക് പൊടിയൊക്കെ ഒന്ന് മൂത്ത് വരുന്നവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ മാങ്ങ തലേദിവസം തന്നെ കട്ട് ചെയ്ത് ഉപ്പിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ മാങ്ങയുടെ വെള്ളമൊക്കെ ഉപ്പ് വെള്ളം ഒന്ന് ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഇത്രയും വെള്ളം കിട്ടിയിട്ടാണ് അതിനകത്തിൽ നിന്ന് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് ഇളക്കി കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ, അതുവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പിട്ട് വെച്ച മാങ്ങയാണെന്നാലും നമ്മുടെ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് ഇതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഗ്യാസ് കുറച്ച് വെച്ചിരിക്കുകയാണ്. കട്ടിയുള്ള പാത്രമാണ്, അതുകൊണ്ട് നമ്മൾ ഗ്യാസ് കുറച്ച് വെച്ചിരിക്കുകയാണ്. ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ ഇതിലേക്ക് ഉപ്പ് ഇട്ട് വെച്ചിരുന്ന മാങ്ങ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിരിക്കുകയാണ്, അല്ലെങ്കിൽ മാങ്ങ വെന്ത് പോകും. അതുകൊണ്ട് ഗ്യാസ് ഓഫ് ചെയ്തിരിക്കുകയാണ്. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മളിതിലേക്ക് വിനീഗറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂണുള്ള വിനീഗർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ മാങ്ങാച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബായ്.